എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്കത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ഡോക്ടർ രേവതിയുടെ ആ സത്യം തുറന്നു പറയാണ്. ശരത്തിന്റെ കയ്യ് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായതല്ല, ആരോ മനഃപൂർവ്വം ബലമായിട്ട് പിടിച്ച് ഓടിച്ചതാന്നുള്ള കാര്യം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഞെട്ടലോടുകൂടി രേവതി ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ അല്ല അത് പിന്നെ അല്ല ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇനി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇനി കോളേജിൽ കുട്ടികളുമായിട്ട് തല്ലുണ്ടാക്കിയതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യേ, ഒന്ന് ചോദിച്ചു നോക്കാൻ പറയണം എന്താ സംഭവിച്ചതെന്ന്. കാരണം ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായതാണെങ്കിൽ കയ്യിൽ സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഴും, ഒരു പാടെന്തേലും ഉണ്ടാവും. ഇത് അതൊന്നും ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഈ മുട്ടിന് മുകളിലേക്കാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ബലമായിട്ട് ആരോ പിടിച്ച് ഉടച്ചതെന്ന് പറയണം. ഇതെല്ലാം കേട്ട് ആകെപ്പാടെ തകർന്ന മനസ്സോട് കൂടിയിട്ട് രേവതി മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പത്തേനും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ശരത്തിനെ കൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തുവാണ്. അങ്ങനെ നേഴ്സ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രേവതി ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക. ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, അത് മോളെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ശരത്തിന് സർജറി ആയി കഴിഞ്ഞല്ലോ എന്ന് പറയണം. ദേവി എന്നിട്ട് ചോദിച്ചു, വേദനയുണ്ടോ ശരത്തേന് ചോദിക്കുക. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഇഞ്ചക്ഷനൊക്കെ എടുത്തോണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. പക്ഷെങ്കിൽ ആ സമയത്ത് രേവതി ഒന്നും മിണ്ടുന്നില്ല. ലക്ഷ്മിയമ്മ പറഞ്ഞു, മോൾ എന്തിനാ വിഷമിച്ച് നിൽക്കണേ, കുഴപ്പമില്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെ സങ്കടപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല, സച്ചിയോട് വിളിച്ചു പറഞ്ഞേരെ, പ്രശ്നമൊന്നും ഇല്ലാന്ന് വിളിച്ചു പറഞ്ഞേക്കാൻ പറയണം. ഈ സമയം രേവതി നേരെ ശരത്തിന്റെ അടുത്തേക്ക് വരുവാണ്. ശരത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിനക്ക് കൈക്ക് എന്ത് പറ്റിയാന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഏട്ടത്തി, അത് ആക്സിഡന്റ് ഉണ്ടായതാണ്. എന്താ ആക്സിഡന്റ്? ബൈക്ക് ആക്സിഡന്റ്. എവിടെ വെച്ച്? അല്ല അത് പിന്നെ വഴി വെച്ച്, സ്ഥലപ്പേര് പറയണം. അല്ല അപ്പം ആരാ നിന്റെ കൂടെ ഉണ്ടായിരുന്നെ? ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബൈക്ക് ആരുടെ ആയിരുന്നു? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ആയിരുന്നു. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യാം, നീ ആ ഫ്രണ്ടിന്റെ നമ്പർ ഇങ്ങോട്ട് ഞങ്ങളൊന്ന് വിളിക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ടും ശരത്ത് പറഞ്ഞു, അതിന്റെ വല്ല കാര്യമുണ്ടോ വെച്ചി? അല്ല ബൈക്കിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ആ ഫ്രണ്ടിനോട് ബൈക്ക് കൊടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ പറ, ഞങ്ങൾക്ക് അവനെ കാണണമെന്ന് പറയണം. ശരത്ത് പറഞ്ഞു, അത് പിന്നെ ചേച്ചി ഞാൻ ഈ സമയം ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്താ മോളെ നീ എങ്ങനെയൊക്കെ, അവൻ സർജറി കഴിഞ്ഞ് വന്ന് കിടക്കുന്നല്ലേ ഉള്ളൂ, ഈ സമയത്ത് അവനോട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, അവനിപ്പോ സ്വസ്ഥത സമാധാനം കൊടുക്കുക, വെറുതെ ഓരോന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് വേദനിപ്പിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടേ പറയണെന്ന് ചോദിക്കുക. എന്താ? ഇവന്റെ കൈ ഒടിഞ്ഞ് ബൈക്ക് ആക്സിഡന്റ് ഒന്നാണോ അമ്മ കരുതിയിരിക്കുന്നത്? അന്ന് അമ്മയ്ക്ക് തെറ്റിന്ന് പറയാം. പെട്ടെന്ന് ദേവി ചോദിച്ചു, പിന്നെ എന്ത് കാണിച്ചിട്ടാ ചേച്ചിന്ന് ചോദിക്കുക. ഇവന്റെ കൈ ആരോ മനഃപൂർവ്വം ബലമായിട്ട് തിരിച്ചു വെച്ച് ഒടിച്ചതാന്ന് പറയണേ. എന്തൊക്കെയാ എന്റെ ഭഗവാനെ ഈ കേൾക്കണം ചോദിച്ച് ലക്ഷ്മിയാമ്മയുടെ ഒന്ന് പൊട്ടിക്കരയണം. സത്യം പറയട്ടെ ശരത്തെ, എന്താ സംഭവിച്ചേ? നിന്റെ കൈ ആരാ തല്ലി ഒടിച്ചെന്ന് ചോദിക്കുക. ശരത്ത് പറഞ്ഞു, അത് പിന്നെ ഞാന് കാര്യം പറയടാ, നീ ആരുടെ കൂടെ പോയപ്പോഴാ, ബൈക്ക് ആരുടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കണം. അവസാനം ശരത്ത് പറഞ്ഞു, ബൈക്ക് ആന്റണി ചേട്ടന്റെ ആയിരുന്നു പറയണം. ഓഹോ, അവന്റെ അല്ലേ, നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ട് അയാളുടെ ഒപ്പം പോവല്ലെന്നൊക്കെ എന്ന് ലക്ഷ്മി ചോദിക്കണം. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാൻ പറ്റില്ലല്ലേ, നീ എന്നാലും ഈ ചതി ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു പറയണം. രേവതി പറഞ്ഞു, ബാക്കി പറയടാ, ബാക്കി കാര്യം എന്താ? അത് പിന്നെ ഞാൻ അയാളുടെ ശരത്തേന്റെ കമ്പനി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പറയാം. കമ്പനിയിലോ? ഇപ്പൊ ഒരു ഫിനാൻസ് സ്ഥാപനമുണ്ട് ആന്റണി ചേട്ടന്. അപ്പൊ ആ സ്ഥാപനത്തില് ഞാൻ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പറയാം. ആ സമയത്ത് അത്യാവശ്യം ഫിനാൻസ് കമ്പനിയല്ലേ, പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു പലിശയ്ക്ക്. അങ്ങനെ പൈസ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേങ്കില് മഹേഷേന്റെ അടുത്താ പോയത്. സച്ചേട്ടന്റെ ഫ്രണ്ട് മഹേഷിനെ അറിയാൻ പാടില്ലേ, മഹേഷിന്റെ അടുത്ത് തന്നെ. മഹേഷിയുടെ CC അടച്ചില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഇടയ്ക്ക് മഹേഷ് ചേട്ടൻ ആന്റണി ചേട്ടനെ പിടിച്ചടിച്ചു. അത് പിന്നെ എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ അവർ തമ്മിൽ തല്ലായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കയറി ഇടപെട്ടു. ഓഹോ, അപ്പൊ അങ്ങനെയല്ലേ, അപ്പൊ ആ ഇടയ്ക്ക് സംഭവിച്ചല്ലേന്ന് ചോദിക്കും. അല്ല, അവരാരും ചെയ്തല്ലെന്ന് പറയും. പിന്നെയോ ആ സമയത്താണ് അങ്ങോട്ടേക്ക് സച്ചേട്ടൻ വരുന്നത്. സച്ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല മഹേഷേട്ടനെ തല്ലിയത്. സച്ചേട്ടൻ എന്റെ കൈ പിടിച്ച് തിരിച്ചു വിടുക ചെയ്തതെന്ന് പറയാ. ഞാൻ ആകുന്ന ആ സമയം കിടന്ന് കരഞ്ഞു പറഞ്ഞു, വേണ്ട സച്ചേട്ടൻ വിടാൻ പറഞ്ഞു. പക്ഷെ സച്ചേട്ടൻ വിട്ടില്ല, മനഃപൂർവ്വം ബലമായിട്ട് പിടിച്ച് തിരിച്ചു ഓടിക്കുക ചെയ്തതെന്ന് പറയണം. ഇത് കേട്ടതും ലക്ഷ്മിയമ്മ ദേവിയൊക്കെ ഞെട്ടിപ്പോയി. എന്റെ ഭഗവാനെ, എന്തൊക്കെയോ കേൾക്കണേ. പെട്ടെന്ന് രേവതി പറഞ്ഞു, ഈ കാരണം കൊണ്ട് മാത്രമാണോടാ, സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയാം. സച്ചേട്ടൻ ആ സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നത്, നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു പറയണം. ശരത്ത് മനഃപൂർവ്വം അങ്ങനെയും കൂടെ ഒരു കള്ളവും കൂടെ പറയണം. പക്ഷെ മറ്റേ വീഡിയോയുടെ കാര്യം മാത്രം അവൻ പറഞ്ഞില്ല. ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന ആ വീഡിയോ, അത് കണ്ടിട്ടാണ് സച്ചി തന്നെ ഉപദ്രവിച്ചതെന്നുള്ള കാര്യം. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവനെ എടുത്തിട്ട് ഇവര് പെരുമാറുമല്ലോ, അതുകൊണ്ട് അത് മാത്രം അവൻ മറച്ചു വെച്ചു. രേഷ്മയും വെച്ചു, എന്നാലും സജിക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നി? സച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ശരി, ഇപ്പൊ ഞാൻ അവന്റെ വീട് തേടി കണ്ടുപിടിച്ച അവന്റെ കർണത്ത് പൊട്ടിച്ച് അവന്റെ കയ്യിൽ ഞാൻ തല്ലി ഒടിച്ചതെന്ന് പറയാം. ദേവ് പറഞ്ഞു, ചേച്ചിയല്ലേ പറഞ്ഞേ സച്ചിയുടെ നന്നായിട്ട് മാറിയിട്ടുണ്ടെന്ന്, ഇതാണോ സച്ചിയുടെ മാറ്റം? ഇത്രയൊക്കെ ആയിട്ടും സച്ചിയുടെ ഒന്നും പഠിച്ചില്ലെന്ന് ചോദിക്കുക. രേവതിക്കാണ് ആകെപ്പാടെ നാണക്കേടായി. എന്ത് ചെയ്യണം നടത്തില്ല. അതിനേക്കാൾ ഉപരി തന്റെ അനിയന്റെ കൈയാണ്
ഒടിച്ചു വെച്ചിരിക്കുന്നത്. സഹിക്കാൻ പറ്റുമോ? എത്രമാത്രം വേദന തന്നെയാണ്. പൈസ പോയത് പോട്ടെ, വേദന എത്രമാത്രം തിന്നാലാ? അതൊക്കെ ഓർത്തപ്പോ രേവതിക്ക് സഹിച്ചില്ല. ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്താ മോളെ ഇത്? ഇങ്ങനെയാണോ സച്ചി വീട്ടിലും? ഇങ്ങനെയൊക്കെ സ്വഭാവം ഇപ്പോഴും അവന് മാറ്റമില്ലെന്ന് ചോദിക്കുക. രേവതി പറഞ്ഞു, എനിക്ക് അറിയില്ലമ്മ എന്താ സംഭവിച്ചതെന്ന്. ഞാൻ സച്ചിനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം. സച്ചിനെ വിളിച്ചു നോക്കിയിട്ട് സച്ചി ഫോൺ എടുത്തില്ല. പിന്നീട് രേവതി നേരെ സച്ചിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പൊ കാറൊക്കെ ഇടുന്ന ആ ഷെഡിന്റെ അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മഹേഷിനെ മാത്രമേ കണ്ടുള്ളൂ. രേവതിയെ കണ്ടതും മഹേഷ് ഓടി വന്നു. ആ രേവതി ചേച്ചിയോ, എന്താ കാര്യം ചോദിക്കുക? എനിക്ക് സച്ചേനെ ഒന്ന് കാണണമെന്ന് പറയും. സച്ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയണേ. ഇല്ല, എവിടെ പോയതാ? ആ പുറത്തേക്കാണ്ട് പോയതാന്ന് പറയണം. ഇത് കേട്ടതും രേവതി പറഞ്ഞു, എന്നാലും മഹേഷേ, നീ എന്നിൽ നിന്ന് ഇത് മറച്ചു വെക്കണ്ടായിരുന്നു പറയും. എന്താ എന്താ ചേച്ചി കാര്യം ചോദിക്കുക? ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നീ എന്തുകൊണ്ട് എന്നോട് പറയായിരുന്നെന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എന്നിട്ടോ സച്ചേട്ടൻ ശരത്തിന്റെ കൈ തല്ലി ഓടിച്ചു. എന്നിട്ട് അതുപോലെ നിന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്ന് പറയാ. നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? നീ വിളിച്ചു പറയണ്ടല്ലായിരുന്നോ? ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പത്തിന് മഹേഷ് പറഞ്ഞു, അല്ല അത് പിന്നെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി മദ്യപിച്ച് നല്ല ലെക്ക് ഇട്ട് നിൽക്കുന്ന സമയത്താണ്. സച്ചി ആടിയാടി വരുന്ന കണ്ടപ്പത്തേനും രേവതി ചോഹോ, പകലേ തുടങ്ങിയോ മദ്യപാനം ചോദിക്കണം. ഇത് കേട്ട സച്ചി പറഞ്ഞു, നിനക്ക് എന്ത് വേണം? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. നിങ്ങളോട് രണ്ട് വർത്താനം പറയാൻ തന്നെ വന്നേന്ന് പറയണേ. എന്നോട് വർത്താനം പറയണ, നിനക്ക് എന്താ അറിയണ്ടേ? നിങ്ങള് ശരത്തിന്റെ കൈ തല്ലി ഓടിച്ചല്ലേന്ന് ചോദിക്കാം. അവന്റെ കയ്യിൽ വെച്ച് നോക്കുമ്പോ അവന്റെ ഒരു കൈ അല്ല ഓടിക്കണ്ട, അവൻ മറ്റേ കൈയും കൂടെ ഓടിക്കണ്ടെന്ന് പറയും. ഇത് സച്ചേട്ടാ, നീ എന്താ കൂടുതൽ പേടിപ്പിക്കുന്നത്? ആരെയാ പേടിപ്പിക്കണെന്ന് ചോദിക്കുകയാണ്. ഈ സമയം മഹേഷ് പറഞ്ഞു, വേണ്ട സച്ചി എന്ന് പറയാം. രേവതി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് ക്രൂരത നിങ്ങൾ ശരത്തിനോട് കാണിക്കണ്ടായിരുന്നു. അവൻ എന്റെ അനിയനാണ്. അവന് വേദന വന്നിട്ടുണ്ടെങ്കിൽ എന്റെ നെഞ്ചാപ്പെടുന്ന അറിയാവോ? ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ? അവനൊരു പോറൽ പറ്റിയ പോലെ ഞങ്ങൾക്ക് സഹിക്കില്ല. അപ്പോഴാണ് അവന്റെ കൈവേദന കൊണ്ട് അവൻ കിടന്ന് പൊളയുന്നത്. സച്ചേണ്ണ ഇത് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം സങ്കടവും ദേഷ്യവും ഉണ്ടായെന്ന് അറിയാവോ? സച്ചേന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇപ്പൊ ഞാൻ കർണത്തടിച്ച് അവന്റെ കൈയും കൂടെ ഞാൻ ഒടിച്ചാനെന്ന് പറയാം. സച്ചി പറഞ്ഞു, അത്രയ്ക്ക് നിനക്ക് ഇതാണ് ഒരു കാര്യം ചെയ്യുക, നീ എന്റെ കൈയും കൂടെ തല്ലി ഓടിക്കാൻ പറയാ. മഹേഷ് പറഞ്ഞു, സച്ചി നീ എന്താ പറയണേ? ഒന്നും മിണ്ടാതിരിക്കാൻ പറയാണ്. പിന്നീട് രേവതി പറഞ്ഞു, ഇതങ്ങനെയും വെറുതെ വിടാൻ പോകുന്നില്ല. അന്ന് വെറുതെ അല്ല സച്ചേട്ടൻ അങ്ങോട്ട് വരാതിരുന്ന ഹോസ്പിറ്റലിലേക്കില്ലേ. എന്നാലും സച്ചേട്ടൻ എങ്ങനെ കണ്ണിച്ചോരയില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി? ഞാൻ കരുതി സച്ചേട്ടന് മാറ്റം ഉണ്ടായെന്ന്. പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, സച്ചേട്ടൻ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന്. എന്റെ സ്നേഹത്തിന് ഒരു വിലയില്ല. എന്റെ വീട്ടുകാർ സച്ചേട്ടനെ ഏത് വിധം കണ്ടിരുന്നതെന്നറിയാവോ? ഈ പറയുന്ന ശരത്തിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ദേവുവിനൊക്കെയാണ് സച്ചേട്ടൻ എന്ന് വെച്ച ജീവനായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ഈ ഒരു പ്രശ്നത്തിന് പേരില് അവരുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചത് സച്ചേട്ടൻ മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെയാ അവരുടെ വേദന സച്ചേട്ടൻ എങ്ങനെ മനസ്സിലാക്കാനാ? അവർക്കൊരു വേദന വന്നാൽ സച്ചേട്ടൻ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഇതോടെ സച്ചി പറഞ്ഞു, രേവതി നിർത്താൻ പറയാണ്. ഞാൻ നിർത്തില്ല, ഞാൻ ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും. സച്ചേട്ടന്റെ കൂടെ ജീവിക്കുന്ന എന്നെ വേണം പിടിച്ചിട്ട് തല്ലാനെന്ന് പറയാണ്. പെട്ടെന്ന് മഹേഷ് പറഞ്ഞു, രേവതി ചേച്ചി, ചേച്ചി കാര്യം അറിയാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊന്നും അല്ല സത്യം എന്ന് പറയണം. പെട്ടെന്ന് സച്ചി വിലയ്ക്കുവനെ, നീ ഒന്നും മിണ്ടായിരിക്കടാന്ന് പറയണ. ഞാൻ മിണ്ടായിരിക്കില്ല, സത്യങ്ങളൊക്കെ രേവതി ചേച്ചി അറിഞ്ഞു വെക്കണം. അല്ലെങ്കിൽ സച്ചേട്ടൻ എന്തിനാ എല്ലാവരുടെ മുന്നിൽ വെറുതെ കുറ്റക്കാരനായിട്ട് നിൽക്കുന്നേ? അതിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. പിന്നീട് മഹേഷ് പറഞ്ഞു, അതെ ഞാൻ കാര്യം എന്നാ സ്വർണ്ണം പറയാൻ പോവാന്ന് പറയണം. പെട്ടെന്ന് സച്ചി ഓടി വന്നിട്ട് അവനെ കൂടെ പിടിച്ച് തള്ളി മാറ്റി. ഇത് ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം, ഇതിനകത്ത് വേറൊരാളെ ഇടപെടാൻ വരണ്ട. നിങ്ങൾ തമ്മിലുള്ള കുടുംബ പ്രശ്നം നിങ്ങൾ വീട്ടിൽ പോയി തീർത്താൽ മതി എന്നൊക്കെ ഈ സമയത്ത് മഹേഷും പറയണം. സച്ചി പറഞ്ഞു, മഹേഷേ നീ വെറുതെ വാദിക്കാതെ പോകാൻ നോക്ക്, ഇത് ഞാൻ രേവതിയും കൂടെ തീർത്തോളാന്ന് പറയണം. എന്നും പറഞ്ഞിട്ട് മഹേഷിനെ അങ്ങോട്ട് തള്ളിവിട്ടു. രേവതി പറഞ്ഞു, എന്നാലും നിങ്ങൾ ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലെന്ന് പറയണം. സച്ചി പറഞ്ഞു, ആണോ? അന്നെങ്കിൽ ഇപ്പൊ കണക്കായി പോയെന്ന് പറയണം. നീ ഒട്ടും കുറ്റബോധം തോന്നില്ല സച്ചേട്ടാന്ന് ചോദിക്കും. എന്തിന്? എനിക്കെന്തിനാ കുറ്റബോധം തോന്നേ? അവനവൻ ചെയ്യുന്നതിന്റെ കർമ്മബലം അവനവൻ തന്നെ അനുഭവിക്കുന്നല്ലേ പറയണേ. അപ്പൊ അതുപോലെ അവൻ ചെയ്ത ദോഷത്തിന് പോലെ അവൻ തന്നെ അനുഭവിക്കട്ടെ എന്ന് പറയും. അതിന് എന്റെ അനിയൻ അതിന് വല്ല കുറ്റമൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെ എന്തിനാന്ന് ചോദിക്കും. ആ ആന്റണിയുടെ ചിട്ടി പിരിക്കാൻ നടന്നാണ് ഏറ്റവും വലിയ കുഴപ്പം. അത് വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, നിനക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നില്ലായിരിക്കും. അവൻ പഠിച്ചു നടക്കേണ്ട പഠിച്ചു നടക്കേണ്ട പ്രായത്ത് പഠിച്ചു നടക്കണം, അല്ലാതെ കള്ളനാൻ പോവല്ല ചെയ്യേണ്ടതെന്ന് പറയാണ്. അവൻ ആരുടെ ഒന്നും കട്ടിട്ടൊന്നും ഇല്ലല്ലോ. ആ ആന്റണിയുടെ കൂടെ ചിട്ടി പിരിക്കാൻ പോയി, അതിനകത്ത് ഇത്ര വലിയ കഥ എന്തായിരിക്കുന്നത്? അതിന്റെ പേര് സച്ചേനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലാന്ന് പറയണം എന്നും പറഞ്ഞൊരു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, അത് പെങ്ങളെ അവിടെ നിൽക്കുക, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയാ. സച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, വേണ്ട മഹേഷ്, അവളെ വിട്ടേരെ, ഒന്നും പറയണ്ടെന്ന് പറയണ. അങ്ങനെ രേവതി അവിടെ നിന്ന് ഇറങ്ങുക. രേവതിക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ തോന്നി. കാരണം സച്ചേട്ടനാണല്ലോ ആ പണി ചെയ്തത്, എന്നിട്ട് പോലും അത് ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ സോറ് പറയാൻ പോലും തയ്യാറായിട്ടില്ലോ എന്നൊക്കെയുള്ള ചിന്തകളോട് കൂടിയിട്ടാണ് പിന്നീട് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നിട്ട് വർഷയോട് കൈയൊടിഞ്ഞ കാര്യമൊക്കെ പറയണ ശരത്തിന്റെ. സച്ചേട്ടനാണ് അതങ്ങ് തിരിച്ചൊടിച്ചതെന്നൊക്കെ. ഇതെല്ലാം കേട്ട് ഞാൻ വർഷ പറഞ്ഞു, ദൈവമേ എനിക്ക് അത്ഭുതം തോന്നും. എന്റെ പൊന്നോ, ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുടെ കൂടെ എങ്ങനെയാ രേവതി ചേച്ചി കഴിയണേന്ന് ചോദിക്കുക. രേവതി പറഞ്ഞു, അത് പിന്നെ മോളെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് വർഷയോട് പറയണം. പിന്നെ
ഞാൻ കാണുമ്പോൾ തൊട്ട് അങ്ങേര് ഇങ്ങനെയാ, ചേച്ചിയുടെ ഭർത്താവ് ഇതുപോലൊക്കെ തന്നെയാ, എനിക്കാണെങ്കിൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് പറ്റില്ല. ചേച്ചി ആയതുകൊണ്ട് ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ചും കൂടെ പോണേന്ന് പറയാ. അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കുവാണ് രേവതി നീ വേറൊരു പ്രശ്നം ഇല്ലെന്ന് പറയാ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാണുമായിരിക്കും, പുറമെ പറയാത്തായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇവര് കുടുംബത്തോടു കൂടി കള്ളന്മാരും കള്ളകളിയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും, പുറത്ത് പറയാൻ നാണക്കേട്, അതുകൊണ്ട് മിണ്ടായിരിക്കുന്നതായിരിക്കും ഒക്കെ പറയാണ്. രേവതിക്ക് ആ പാടെ നാണക്കേടെ. രവീന്ദ്രൻ പറഞ്ഞു, എന്നാലും അവൻ എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി, കൈയൊക്കെ തിരിച്ചൊടിക്കാനായിട്ട്? ഇത്രയ്ക്ക് ക്രൂരനായി പോയി സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവനല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പം വർഷ പറഞ്ഞു, പിന്നെ ഒന്നും ചെയ്യുന്നവനല്ല പോലും, അല്ലെങ്കിൽ തന്നെ അന്ന് എത്രമാത്രം തല്ലു കൊടുത്തറിയാം ശ്രീകാന്തിനിട്ട്. അന്ന് പക്ഷെ ഞാൻ ഇടയ്ക്ക് കയറുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രീകാന്തിനെ അന്ന് കൊന്നേനം. അതുപോലെ വെള്ളറ് പിടിച്ച് നടക്കുന്ന ആ സച്ചേട്ടൻ അറിയാമെന്ന് ചോദിക്കുക. രവീന്ദ്രൻ ഒന്നും മിണ്ടിയില്ല. രവീന്ദ്രൻ പറഞ്ഞു, അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ എന്തൊരു വ്യക്തമായ കാരണം കാണും, ഇല്ലാതെ ഒരിക്കലും അവൻ ആരെയും ഇങ്ങനെ വെറുതെ അടിക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, ഇല്ലച്ചാ, ഒരു കാരണമൊന്നുമില്ല, അവനിപ്പോൾ അത്യാവശ്യം പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്താണ് സച്ചേടൻ പിടിച്ച് കൈ പിടിച്ചെന്നൊക്കെ പറയണേ. ഇതെല്ലാം കേട്ട് ഇനിയിപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എനിക്ക് അതത്ര അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല, എന്തോ എവിടെയോ ഒരു ചതി ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയാം. ആ സമയം ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെയുള്ള കള്ളന്മാരുടെ കൊള്ളക്കാരുടെ കൂടെയല്ല നമ്മൾ കിടന്നുറങ്ങണേ, നാളെ മിക്കവാറും നമ്മുടെ കൈയും കാലും ഒക്കെ ആണെങ്കിൽ തല്ലി പിടിക്കാൻ പോകുന്നു പറയണേ. രേവതി പറഞ്ഞു, സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെയും ചെയ്യത്തില്ല, ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ശരത്തിനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണുന്നതിനെ ഞാൻ വിശ്വസിക്കുമെന്ന് പറയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നേ. സച്ചിനെ കണ്ടതും ഒരു നിമിഷം ശ്രുതിയോട് പറഞ്ഞു, ദേ വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ സച്ചി അകത്തേക്ക് വരുന്നു. രവീന്ദ്രൻ വിളിച്ചു, നീ ഇങ്ങോട്ട് വരാൻ പറയണം. എന്താച്ചാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയാം. അത് പിന്നെ അച്ഛാ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, നല്ല ടയേർഡായിട്ടുണ്ട്, ഞാൻ റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറയണം. ഇത് കേട്ടത് രവീന്ദ്രൻ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ ഇങ്ങോട്ട് വാ, നിന്നോട് ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ നിനക്ക് പോകാമല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. അങ്ങനെ അവനെ സച്ചി അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. സത്യം പറയടാ, നീ എന്തിനാ അവന്റെ കൈ ഒടിച്ചെന്ന് ചോദിക്കുകയാണ്. ആരുടെ? ആ ശരത്തിന്റെ കൈയോ? ഓ അതാണോ? അവന്റെ കയ്യിൽ പോയി നോക്കുമ്പോൾ ആ കൈ മാത്രമല്ല മറ്റേ കൈയും കൂടെ ഒടിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അതിന് എന്റെ അനിയൻ എന്ത് തെറ്റിയെന്ന് നിങ്ങൾ പറയണേ, എല്ലാരും കൂടെ അവനെ ഇട്ട് ക്രൂശിക്കുന്നുണ്ടല്ലോ, അതിന് മാത്രം വലിയ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ലെന്ന് പറയാ. പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല പോലും എന്ന് പറയാണ്. ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു, എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നേ, അതുകൊണ്ടാ സച്ചി അവനെ തല്ലിയത്, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ തല്ലാൻ വഴിയുള്ളതല്ലെന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കാണ് വല്ലാത്ത സങ്കടമായിപ്പോയി. രേവതി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സച്ചേട്ടാ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം സച്ചേട്ടൻ ചെയ്തേ, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് പിന്നെ അങ്ങനെ ഓർക്കാം. ഇപ്പൊ അവനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് വെറുതെ എന്തിനാ അവനെ ഉപദ്രവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം, അവനോട് മാപ്പ് പറയണമെന്ന് പറയാ. സച്ചി പറഞ്ഞു, ഞാൻ അവനോട് മാപ്പ് പറയാനോ? നല്ല കഥയായിപ്പോയി, ഞാൻ അവനോട് ഒരിക്കലും മാപ്പ് പറയാൻ പോകുന്നില്ലെന്ന് പറയാം. ഇതെന്താണ് സച്ചി നീ ഇങ്ങനെ, നിന്റെ സ്വഭാവം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. ഇല്ലച്ചാ, ഞാൻ ചെയ്തത് തെറ്റാന്ന് എനിക്ക് ഇപ്പോഴും തോന്നില്ലെന്ന് പറയാണ്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഇപ്പോഴും അവന് തോന്നുന്നില്ല പോലും ചെയ്തത് തെറ്റാന്നുള്ള കാര്യം. എങ്ങനെ തോന്നാനാ, അവന് മനസ്താപം ഉണ്ടെങ്കിലല്ലേ അവനങ്ങനെ പറയത്തുള്ളൂ. ഇത് രവീന്ദ്രൻ പറഞ്ഞു, നിന്നോട് സോറി പറയാൻ പറഞ്ഞു, സോറി പറഞ്ഞാൽ മതി, വേറെ ഇങ്ങോട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ടെന്ന് പറയാണ്. സച്ചി അമ്പനും ബില്ലിനും അടുക്കുന്നില്ല. സച്ചി പറഞ്ഞു, എനിക്ക് അവനോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ദൈവം പോലും എന്നോട് വെറുക്കത്തില്ലെന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയണേ? രേവതി മോളുടെ മുഖത്തെ വിഷമം നീ കണ്ടില്ലേ, പാവത്തിന് എന്തൊരു സങ്കടമായെന്നറിയാവോ, സ്വന്തം അനിയനില്ലേ അമ്മാതിരി കിടക്കുന്നത്, അത് നീ കാണുവാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവരോടൊപ്പം നിൽക്കണം നിന്നോടൊപ്പം നിൽക്കണം എന്നുള്ള കൺഫ്യൂഷൻ അവള്. ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു, ആരും എന്നോടൊപ്പം നിൽക്കണ്ട എന്നൊക്കെ പറയണം. സച്ചിക്കാണെങ്കിൽ മറ്റേ കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല, ഇവിടെ വെച്ച് അത് വിളിച്ചു പറഞ്ഞിട്ട് രേവതിനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തും, പിന്നെ അത് മതി രേവതിയുടെ ജീവിതം കൂടെ തകരാനായിട്ട്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടായിരിക്കുന്ന ബുദ്ധിന്ന് മനസ്സിലായി. സച്ചി പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും വിസ്തീരിക്കാനില്ല, ഇത്രയൊക്കെ പറയാനുള്ളൂ എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. രേവതിക്ക് വല്ലാത്ത വിഷമമായി പോയി. രേവതി രവീന്ദ്രനോട് പറഞ്ഞു, കണ്ടില്ലേ അച്ഛാ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോയത് കണ്ടില്ലേ നിൽക്കുക, സാരമില്ല മോളെ പോട്ടെ, ഞാൻ നാളെ അവനോട് ചോദിക്കാം എന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.